ചൈന ഒരു വലിയ യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ്. പറയുന്നത് മറ്റാരുമല്ല, ഡൊണാൾഡ് ട്രംപും അവരുടെ ഉപദേഷ്ടാവും അവർ നൽകിയ റിപ്പോർട്ടുമാണ്. ചൈനയിൽ നിന്നും മടങ്ങിയ ട്രംപ് തന്റെ ഉപദേഷ്ടാക്കളെ വിളിച്ചൊരു സൂചന നൽകുകയുണ്ടായി. അടുത്ത 5 വർഷത്തിനുള്ളിൽ ചൈന തായ്വാനെ കീഴ്പ്പെടുത്തും, അതിനുള്ള നീക്കങ്ങളാണ് ചൈന നടത്തുന്നത് എന്ന് ട്രംപ് പറയുന്നു. ആക്സിയോസിന്റെ റിപ്പോർട്ടിൽ ഇത് സൂചിപ്പിക്കുന്നു. അതായത് ചൈന ട്രംപിനോട് ഈ ചൈനയിൽ ചെന്ന സമയത്ത് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു, തായ്വാൻ തങ്ങളുടെ പ്രദേശമാണ്, തങ്ങളുടേതായി വന്നു ചേരുകയും ചെയ്യും, അവിടേക്ക് ആയുധങ്ങൾ നൽകരുത് എന്ന് ട്രംപിനോട് പറഞ്ഞു. ട്രംപ് തായ്വാനെ കുറിച്ച് ചൈനയിൽ വെച്ച് കമ എന്നൊരു അക്ഷരം മിണ്ടിയില്ല. അതുമാത്രമല്ല, തിരിച്ച് വിമാനത്തിൽ വരുന്ന സമയത്താണ് ട്രംപ് പറയുന്നത് തായ്വാൻ അങ്ങനെ വിട്ടുകൊടുക്കാൻ, അതൊരു അഴകുഴമ്പൻ രീതിയിലാണ് ട്രംപ് സംസാരിച്ചത്. എന്നാൽ ഈ റിപ്പോർട്ട് പറയുന്നത് അങ്ങനെയല്ല. തായ്വാനെ ചൈന ആക്രമിക്കുകയാണെങ്കിൽ ചിപ്പുകൾക്ക് അമേരിക്കയ്ക്ക് വലിയ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. കാരണം തായ്വാനിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ചിപ്പുകൾ അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ചിപ്പുകൾ കിട്ടാതെ വലയും, നമുക്കിപ്പോൾ ഉടനടി സ്വയം പര്യാപ്തതയിലേക്ക് എത്താനും കഴിയില്ല എന്നാണ് പറയുന്നത്. ഇവിടെ ട്രംപ് തായ്വാനെ സഹായിക്കാമെന്നോ ഇല്ല തായ്വാന്റെ സുരക്ഷയ്ക്ക് വേണ്ടി തങ്ങൾ എത്തുമെന്നോ ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല. ഇതിൽ തായ്വാന് വലിയ പ്രതിഷേധവുമുണ്ട്. തായ്വാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഞങ്ങൾ സ്വയം പ്രതിരോധിക്കാൻ തയ്യാറെടുക്കുകയാണ്, തങ്ങൾക്ക് ആരുടെയും സഹായത്തിന് ലഭിച്ചില്ലെങ്കിലും സ്വയം പ്രതിരോധിക്കുമെന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് വളരെ ക്ലിയർ ആയിട്ട് തന്നെ ട്രംപിനോട് കാര്യങ്ങൾ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നു. ചൈന പുതിയ നിലപാടിലേക്ക് മാറാൻ ശ്രമിക്കുകയാണ്, അതിന്റെ ഭാഗമായി തായ്വാനും ഞങ്ങളുടെ ഭാഗമാണ് എന്നാണ്. ഏതായാലും സ്വയം ഭരണാധികാരമുള്ള ദ്വീപിൽ ഇപ്പോൾ ട്രംപും കൈയൊഴിഞ്ഞ മട്ടാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.